അസസ്മെൻറ്റ് 2025-26 മൂന്നാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ്, അതായത് ഗണിതത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി മാർബിൾ ഗെയിമാണ്. ബിബി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് മാർബിൾ ത്രോ. One person can throw 10 marbles at a time. Bibi got 230 points. ബിബിയും അവൻ്റെ ഫ്രണ്ട്സും കൂടി മാർബിൾ ത്രോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർക്ക് ഒരാൾക്ക് 10 മാർബിൾ അറ്റ് എ ടൈം, ഒരേ ടൈം എന്ത് ചെയ്യാം, 10 മാർബിൾ ത്രോ ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ബിബിക്ക് കിട്ടിയിരിക്കുന്നത് 230 പോയിൻറ്റ്സ് ആണ്. 213 പോയിൻറ്റ്സ് ആണ്. നോക്കിയേ, ഹൺഡ്രഡ്സിൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ 200 ആയി അല്ലേ? 200 ആയി. ടെൻസിൽ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ പ്ലസ് 10 ആയി. പ്ലസ് അടുത്തത് എന്താ? വൺസിൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. അപ്പോൾ 213 അല്ലേ? ഇങ്ങനെയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പോയിന്റ്സ് ഡിഡ് സിബി ഗെറ്റ്? ഫൈൻഡ് ഔട്ട് ദ പിക്ചർ. അങ്ങനെയാണെങ്കിൽ സിബിക്ക് എത്രയായിരിക്കും കിട്ടിയേ? 100ൻ്റെ അവിടെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് 300 കിട്ടി. ഫസ്റ്റ് 300 കിട്ടി അല്ലേ? പിന്നെ ടെൻസിൻ്റെ അവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. അപ്പോൾ 4 ടെൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 4. ഹൺഡ്രഡ്സിൻ്റെ അവിടെ 3, ടെൻസിൻ്റെ അവിടെ 4. ഇനിയോ വൺസിൽ എത്ര എണ്ണം ഉണ്ട്? 3 ആണുള്ളത്. അപ്പോൾ വൺസിൽ 3. അപ്പോൾ നമുക്ക് എത്ര പോയിൻ്റാണ് സിബിക്ക് കിട്ടിയിരിക്കുന്നത്? 343. ഇതാണോ നിങ്ങൾ എഴുതിയ ഉത്തരം? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി പോയിന്റ്സ് ഡിഡ് സിബി ആൻഡ് ബിബി ഗെറ്റ് ടുഗദർ? 2 പേർക്കും കൂടിയിട്ട് എത്ര കിട്ടിയതാണ്? അപ്പം 343 പ്ലസ് എത്രയാണ്? 213. രണ്ടും കൂടി പ്ലസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എത്ര കിട്ടും? 556 എന്ന് ഉത്തരം കിട്ടും. ഇതാണോ മക്കൾക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരം? നിങ്ങളുടെ ഉത്തരം കൂടി ചെക്ക് ചെയ്യുക കേട്ടോ. ഇനി സി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എബി ഗോട്ട് 523 പോയിന്റ്സ്. ഡോ മാർബിൾസ് ഇൻ ദ പിക്ചർ ആസ് പെർ പോയിന്റ് ഹി ഗോട്ട്. എബിക്ക് കിട്ടിയത് 523. അപ്പോൾ 100സിൽ എത്ര എണ്ണം വേണം? 5. പിന്നെ ടെൻസിൽ എത്ര എണ്ണം വേണം? 2. വൺസിൽ എത്ര എണ്ണമാണ്? 3 അല്ലേ? അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മാർബിൾസ് വരയ്ക്കണം. അതായത് ഇവിടെ എത്ര എണ്ണം വേണം? 5 വേണം അല്ലേ? അടുത്തതിൽ ടെൻസിൽ 2, ഹൺഡ്രഡ്സിൽ എത്രയാണ്? 3. സോറി, ഹൺഡ്രഡ്സിലല്ല, വൺസിൽ 3. ഇങ്ങനെ വേണം നിങ്ങൾ വരയ്ക്കാൻ. ഇനി ഡി ക്വസ്റ്റ്യൻ. ഓൾ ദ 10 marbles that Gobu threw fell in the rings. Which among the given points did Gobu get? ഗോപുവിന് എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? 730. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഈ ആക്ടിവിറ്റി 2 നമുക്ക് നോക്കാം. മാത്സ് ഫെസ്റ്റ് ആണ്. ലുക്ക് അറ്റ് ദ ബലൂൺസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഡെക്കറേറ്റ് ദ ക്ലാസ് റൂം ഫോർ ദ മാത്സ് ഫെസ്റ്റ്. മാത്സ് ഫെസ്റ്റിന് വേണ്ടിയിട്ട് ക്ലാസ് റൂം അലങ്കരിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന ബലൂൺസ് ആണ്. ഹൗ മെനി ബലൂൺസ് ആർ ദെയർ ഇൻ ദ പിക്ചർ? ഈ ഇതിൽ എത്ര ബലൂൺസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കൂ, 1 2 3 3 ഇതാണുള്ളത്. ഓരോന്നിലും എത്ര എണ്ണം വെച്ചിട്ടുണ്ട്? 4 എണ്ണം വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ 4 + 4 എത്ര 4 ഉണ്ട്? 3 4. 3 × 4 അല്ലേ? എങ്ങനെയാണ് നിങ്ങൾ എഴുതുക? 3 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 4 എത്രയാണ്? 12. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടേബിൾ പഠിച്ചിട്ടില്ലേ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അപ്പോൾ 3 × 4 12 ആണ്. ഇനി 5 pens ആർ നീഡഡ് ഫോർ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് എന്താണ് വേണ്ടത്? 5 pens ആണ് വേണ്ടത്. 1 pen കോസ്റ്റ് ₹6. ഒരു പേനയുടെ വില 6 രൂപയാണ്. ഹൗ മച്ച് ഡു യു നീഡ്? അങ്ങനെയാണെങ്കിൽ എത്ര രൂപ വേണം? 5 പേന വാങ്ങിക്കാൻ എത്ര രൂപ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പേനയ്ക്ക് 6 രൂപയാണ്. അപ്പം മൊത്തം എത്ര പേന വേണം? 5 പേന. അപ്പം 5 × 6 എത്രയാണ്? 30. ഇതാണ് ഉത്തരം. ഇനി സി ക്വസ്റ്റ്യൻ. 10 × 3 = 30. പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദ കറക്റ്റ് ആൻസർ ഫോർ 12 × 3. 12 × 3 ചെയ്ത് കറക്റ്റ് ഏതാണെന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. 3 ആഡഡ് ടോയ്സ് ടു 30. നമ്മൾ 30നോട് 2 പ്രാവശ്യം 3 കൂട്ടിയത്. മനസ്സിലായോ? 30നോട് 2 പ്രാവശ്യം 3 കൂട്ടിയതായിരിക്കും. ഇനി ഡി ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ പാറ്റേൺ. പാറ്റേൺ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 4 8. അടുത്ത എത്രയായിരിക്കും? 16. 2ൻ്റെ ഇരട്ടിയാണ് 4. 4ൻ്റെ ഇരട്ടിയായിരിക്കും എത്ര? 8. 8ൻ്റെ ഇരട്ടിയാണ് എത്ര? 16. 16ൻ്റെ ഇരട്ടിയാണ് എത്ര? 32. അതായത് പ്ലസ് ചെയ്ത് പോവുക. ഓക്കെ, നെക്സ്റ്റ്
2നോട് 2 പ്ലസ് ചെയ്തപ്പോൾ 4 കിട്ടി. 4നോട് 4 ചെയ്തപ്പോൾ 8 കിട്ടി. 8നോട് 8 കിട്ടുമ്പോൾ കിട്ടുന്നതാണ് അടുത്ത 16. 16നോട് 16 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 32. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി ആക്ടിവിറ്റി 3A, ലെറ്റ്സ് മെഷർ ദ ലെങ്ത്. നമുക്ക് ലെങ്ത് മെഷർ ചെയ്യാം. മെഷർ ദ ലെങ്ത് ഓഫ് ഈച്ച് ഐറ്റം ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഓരോന്നിൻ്റെയും ലെങ്ത് എത്രയാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ പെൻസിൽ. പെൻസിലിൻ്റെ ലെങ്ത് എത്രയാണ്? 9 സെൻറ്റിമീറ്റർ ആണ്. എത്രയാണ്? 9 സെൻറ്റിമീറ്റർ ആണ്. പേനയുടെ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേനയുടെ എത്രയാണ്? 11 സെൻറ്റിമീറ്റർ. 11 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ്, ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഈച്ച് വൺ ഇൻ ദ ജമ്പിങ് കോമ്പറ്റീഷൻ. ജമ്പിങ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തവരുടെ ഇതാണ് തന്നിരിക്കുന്നത്. അലൻ 1 മീറ്റർ 2 സെൻറ്റിമീറ്റർ ആണ്. അലീന 106 സെൻറ്റിമീറ്റർ ആണ്. ഹൂ ജംപ്ഡ് ദ ലോങ് ഡിസ്റ്റൻസ്. ഏറ്റവും കൂടുതൽ ദൂരം ആരായിരിക്കും ജമ്പ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ 2 സെൻറ്റിമീറ്ററും കൂടെ ഉണ്ട് അല്ലേ. അപ്പം 102, മൊത്തം 102 സെൻറ്റിമീറ്റർ ആണ് അലൻ ചാടിയത്. എന്നാൽ അലീന എത്രയുണ്ട്? 106. അപ്പോൾ ആരാ ഏറ്റവും കൂടുതൽ ചാടിയത്? അലീന. ആരാണ്? അലീന. ഹൗ മച്ച് മോർ? അതാണ് നമ്മളിവിടെ പറഞ്ഞത് അല്ലേ. അലൻ ചാടിയത് 102 സെൻറ്റിമീറ്റർ ആണ്. അലീന ചാടിയത് 106 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 106ൽ നിന്ന് 102 മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം എത്ര നിങ്ങൾക്ക് കിട്ടുന്നത്? 4 സെൻറ്റിമീറ്റർ അല്ലേ. 4 സെൻറ്റിമീറ്റർ ആണ്. ഇനി സി ക്വസ്റ്റ്യൻ. പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദ കറക്റ്റ് ഓപ്ഷൻ വെയർ ദ ലെങ്ത് ഓഫ് ലൈൻസ് ആർ അറേഞ്ച്ഡ് കറക്റ്റ്ലി ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലേക്ക് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. 1, 3, 2, 4. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലേക്കാണ്. ഏറ്റവും സ്മോൾ ഏതാണ്? 1 ആണ്. പിന്നെ സ്മോൾ ഏതാണ്? 3 ആണ്. അടുത്ത സ്മോൾ ഏതാണ്? 2 ആണ്. അടുത്ത സ്മോൾ ഏതാണ്? അടുത്ത ലാർജ് ഏതാണ്? 4 ആണ്. ഏറ്റവും സ്മോളിൽ നിന്ന് വലുതിലേക്ക് വരിക. ഇങ്ങനെയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നിങ്ങൾ ഇടേണ്ട ഉത്തരം. ഇനി ആക്ടിവിറ്റി 3B, ലെറ്റ്സ് ഫൈൻഡ് ആൻഡ് റൈറ്റ്. ഫൈൻഡ് ഔട്ട് ദ ലെങ്ത് ഓഫ് ഈച്ച് ഐറ്റം ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണുന്ന ഓരോ ഐറ്റത്തിൻ്റെയും ലെങ്ത് മെഷർ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. പെൻസിലിൻ്റെ നീളം എങ്ങനെയാണെങ്കിൽ എത്രയാണെന്ന് നോക്കിയേ. 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പം മക്കളിവിടെ എന്താ എഴുതേണ്ടത്? 10 സെൻറ്റിമീറ്റർ. ഇനി സ്കെച്ച് പെൻ ഇവിടം തൊട്ടാണ് തുടങ്ങുന്നത് അല്ലേ. ഇവിടം തൊട്ട് ഇവിടം വരെ തന്നിരിക്കുന്നത്. അപ്പോൾ സ്കെച്ച് പെന്നിന് നമ്മൾ അവിടം തൊട്ടുള്ളത് മെഷർ ചെയ്താൽ മതി. ഇവിടെ തുടങ്ങുന്ന എത്രയിലാണ്? 4. അവസാനിക്കുന്ന എത്രയിലാണ്? 12. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ മെഷർ ചെയ്താൽ മതി. അപ്പോൾ സ്കെച്ച് പേനയുടെ നീളം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. 4, 5, 6, 7, 8, 9, 10. 8 സെൻറ്റിമീറ്റർ. 10, 11, 12 അല്ലേ. ഇവിടെ നിന്ന് ഇവിടം വരെ 1, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സ്കെച്ച് പെന്ന് നിങ്ങൾ 8 സെൻറ്റിമീറ്റർ എന്ന് അടയാളപ്പെടുത്തണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ടീച്ചർ ഗേവ് റിബൺസ് ടു സ്റ്റുഡൻസ് ഫോർ ദ മാത്സ് ഫെസ്റ്റ്. ടീച്ചർ എന്താണ് കുട്ടികൾക്ക് മാത്സ് ഫെസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് റിബൺസ് കൊടുത്തു. ടീച്ചർ പറയുന്നുണ്ട് ദിസ് റിബൺ ഈസ് 1 മീറ്റർ 10 സെൻറ്റിമീറ്റർ ലോങ്. പിന്നെ ടീച്ചർ പറഞ്ഞു ദിസ് ഈസ് 108 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 100 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 100 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും അല്ലേ. 1 മീറ്റർ 10 സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ 100ൻ്റെ കൂടെ 10 കൂട്ടിക്കഴിഞ്ഞാൽ 110 സെൻറ്റിമീറ്റർ. ദിസ് ഈസ് 108 സെൻറ്റിമീറ്റർ എന്നാണ് ടീച്ചർ പറഞ്ഞത്. വിച്ച് ക്ലാസ് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഈ ടീച്ചർ പറഞ്ഞത് എത്രയാണ്? 110 സെൻറ്റിമീറ്റർ ആണ്. ഈ ടീച്ചർ 108 സെൻറ്റിമീറ്റർ എന്നാണ്. 3rd സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റിലും ഇത് 4th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റിനാണ് കൊടുത്തത്. വിച്ച് ക്ലാസ് ഗോട്ട് ദ ലോങ്ങസ്റ്റ് റിബൺ. ഏത് ക്ലാസ്സിലായിരിക്കും ലോങ്ങസ്റ്റ് റിബൺ ഉണ്ടാവുക? 3ക്ക് കൊടുത്തതിലാണോ 4ന് കൊടുത്തതിലാണോ ഉണ്ടാവുക? 3 അല്ലേ. 3ാം ക്ലാസ്സിന് കൊടുത്തതിനായിരിക്കും ലാർജ് ആയിട്ടുള്ളത് ഉണ്ടാവുക. 3ാം ക്ലാസ്സിലാണ് കൂടുതൽ റിബൺ
കൊടുത്തത്. ഹൗ മച്ച് മോർ ഇറ്റ് ഈസ്, അവർക്ക് എത്ര കൂടുതൽ കൊടുത്തിട്ടുണ്ട്? ഇവിടെ 110 ഉണ്ട്, ഇവിടെ 108 ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവർക്ക് എത്ര കൂടുതൽ കൊടുത്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്? 2 സെൻറ്റിമീറ്റർ കൂടുതൽ കൊടുത്തു. അപ്പം നിങ്ങൾ 110 നിന്ന് 108 മൈനസ് ചെയ്ത് വെക്കുക. അപ്പോൾ എത്ര കിട്ടും? 2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 2 സെൻറ്റിമീറ്റർ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇനി 2 lines are given below have the same length. Put a tick mark on the correct option. ഇതിനകത്ത് കുറച്ച് സെയിം ലെങ്ത്തിൻ്റെ തന്നിട്ടുണ്ട്. ഏതാ സെയിം ലെങ്ത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് സെയിം ലെങ്ത് എന്ന് പറയുന്നത്? ഓപ്ഷൻ സി 1 ഉം 4 ആണ് അല്ലേ. 1ാമത്തേതും 4ാമത്തേതും സെയിം ലെങ്ത് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി 4ാമത്തെ ആക്ടിവിറ്റി. വാട്ട് ഈസ് ദ നമ്പർ പോയിന്റ്സ് ഒബ്റ്റൈൻഡ് ബൈ ദ സ്റ്റുഡൻസ് ഇൻ മാത്സ് ഫെസ്റ്റ് ഇസ് ഗിവൺ ബിലോ. മാത്സ് ഫെസ്റ്റിന് കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന, ഓരോ ക്ലാസ്സിനും കിട്ടിയിരിക്കുന്ന പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഹൗ മെനി മോർ പോയിന്റ് ഡിഡ് ക്ലാസ് 2 സ്കോർ ദാൻ ക്ലാസ് 1? ക്ലാസ് 1നേക്കാൾ എത്ര പോയിന്റ് കൂടുതൽ ക്ലാസ് 2 കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ചോദിച്ചത്. അപ്പോൾ 135 നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? 115 മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര പോയിന്റ് കിട്ടിയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ എത്ര പോയിന്റ് കിട്ടി? 20. എത്രയാണ്? 20 പോയിന്റ് കൂടുതൽ കിട്ടി. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി മോർ പോയിന്റ് മസ്റ്റ് ക്ലാസ് 3 നീഡഡ് ടു വിൻ ദ ഫസ്റ്റ് പ്ലേസ്? 3ാം ക്ലാസ്സിന് എത്ര പോയിന്റ് കിട്ടിയാലാണ് ഫസ്റ്റ് പ്ലേസ് കിട്ടുക? 3ാം ക്ലാസ്സിൽ എത്ര പോയിൻ്റാണുള്ളത്? 198 പോയിൻ്റാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് പ്ലേസ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് പ്ലേസിൻ്റെ മാർക്ക് എത്രയാണ്? 218 ആണ്. അപ്പോൾ അവരെക്കാൾ 1 പോയിൻ്റോടെ കൂടുതൽ കിട്ടിയാലാണ് എന്ത് ചെയ്യുള്ളൂ? ഇവർക്ക് വിജയിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അവരെക്കാൾ എത്ര പോയിൻ്റ് കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. അപ്പോൾ ഇതിന് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ 1 പോയിൻറ്റും കൂടെ കൂട്ടിയിട്ട് അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ അവർക്ക് എത്ര കിട്ടിയെന്ന് അറിയാം. അപ്പോൾ 21 പോയിൻ്റ് കൂടുതൽ കിട്ടിയാലാണ് അവർക്ക് ഫസ്റ്റ് പ്ലേസ് കിട്ടുക. വാട്ട് ഈസ് എ നമ്പർ ഇൻ ദ അബാക്കസ്? ഈ താഴെ കൊടുത്തിരിക്കുന്ന അബാക്കസിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഈ കോളത്തിൽ എഴുതാനാണ്. 100s എത്ര ഉണ്ട്? 1 2 3 4 5. അപ്പോൾ 500s എഴുതണം. 10s എത്ര ഉണ്ട്? 1 2 3 4 ആണുള്ളത്. 1s എത്രയാണ്? 1 2 3 4 5 6 7. അപ്പോൾ 547 എന്നാണ് ഉത്തരം. ഇനി സി ക്വസ്റ്റ്യൻ. സബ്സ്ട്രാക്ട് 231 ഫ്രം ദ നമ്പർ ഓൺ ദ അബാക്കസ്. അതായത് നമ്പർ ആൻഡ് റെപ്രസെൻറ്റ് എന്താണ് അബാക്കസ് ഗിവൺ ബിലോ. നമ്മളിപ്പോൾ മുകളിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ നമ്പറിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മളോട് 231 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക 231. ഇപ്പോൾ ഈ 547 നിന്ന് 231 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെന്ന് ഉത്തരം കിട്ടും? 316 ഉത്തരം കിട്ടും. അതായത് നമ്പർ 316 ഉത്തരം കിട്ടും. അപ്പോൾ നമ്മൾ 100s എത്ര വരയ്ക്കണം? 3 ഇത് വരയ്ക്കണം, മുത്തുകൾ വരയ്ക്കണം. 10s 1, 1s എത്ര വരയ്ക്കണം? 6 എണ്ണം വരയ്ക്കണം. അപ്പോൾ ഇങ്ങനെ അബാക്കസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത 4th ബി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. ഇവിടെ എന്താണ്? വാട്ട് ഈസ് ദ നമ്പർ ഇൻ അബാക്കസ്? അബാക്കസിലുള്ള നമ്പർ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്? എത്ര 100 ഉണ്ട്? 400, 3 10, 2 1s 432 എന്നാണ്. ഇനി ടേക്ക് എ ബീഡ് ഫ്രം 100 place ആൻഡ് പുട്ട് ഇറ്റ് ഇൻ 10 place. വിച്ച് നമ്പർ വിൽ യു ഗെറ്റ്? നമ്മൾ എന്ത് ചെയ്തു? ഈ ഇതിൽ നിന്ന്, അതായത് 1ാമത്തെ 100s നിന്ന് നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് 10 placeലേക്ക് വെച്ചു. അപ്പോൾ ഇവിടുത്തെ ഇത് മൈനസ് ആയിപ്പോയി അല്ലേ. അതായത് 100 place നിന്ന് ഒരു മുത്ത് എടുത്തിട്ട് നമ്മൾ 10 place കൊണ്ടുവച്ചു. വിച്ച് നമ്പർ വിൽ യു ഗെറ്റ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയാണ്? 3 ആയി. അവിടെ എത്ര? 1 2 3 4 ആയി. പിന്നെന്താണ്? 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 342 എന്ന് കിട്ടിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ? ഈ നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അപ്പോൾ 432 മൈനസ് 342 മൈനസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 90. എത്രയാണ്? 90 എന്നാണ് ഉത്തരം കിട്ടുക. ഇനി ഡി ക്വസ്റ്റ്യൻ. ₹875 വാസ് കളക്റ്റഡ് ഫ്രം ക്ലാസ് 3 ഫോർ ദ സ്കൂൾ മാത്സ് ഫെസ്റ്റ്. 875 രൂപ 3ാം ക്ലാസ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് മാത്സ് ഫെസ്റ്റിന് വേണ്ടി. 680 രൂപ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തു. ഹൗ മച്ച് മണി ഈസ് ലെഫ്റ്റ്? ബാക്കി എത്ര രൂപ ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ
മൊത്തം എത്രയാണ് കളക്ട് ചെയ്തത്? 875 രൂപയാണ്. നമ്മൾ ചിലവഴിച്ചത് എത്രയാണ്? 680 രൂപയാണ്. ഇനി ബാക്കി എത്ര ഉണ്ടാവും എന്ന് അറിയാൻ നമ്മളതിനെ മൈനസ് ചെയ്ത് നോക്കുക. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 195 എന്ന്. ഉത്തരം എന്താ കിട്ടുന്നത്? 195 എന്നാണ് ഉത്തരം കിട്ടുക. Next, activity 5. What is the time? The starting time of match first is given below. Observe the clock and write the time. Match first എന്താണ് തുടങ്ങിയ ടൈമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ടൈം എന്ന് ക്ലോക്കിൽ തന്നിരിക്കുന്ന ടൈം എത്രയാണെന്ന് നമ്മളോട് എഴുതാനാണ് പറയുന്നത്. എത്ര മണിയാണ്? 10 മണിയാണ്. എത്രയാണ്? 10 o'clock. 10 മണിയാണ് തന്നിരിക്കുന്നത്. ലഞ്ച് വാസ് സെർവ്ഡ് അറ്റ് 11 o'clock. ഡ്രോ ദ ടൈം ഓൺ ദ ക്ലോക്ക്. 1 o'clock. ലഞ്ച് കഴിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? 1 o'clockനാണ്, 1 മണിക്കാണ്. അപ്പോൾ നിങ്ങളോട് ആ ടൈം വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. 1 o'clockനാണ്. അപ്പോൾ സ്മോൾ സൂചി 1ലും ലാർജ് സൂചി ഏതിലാണ്? അവർ സൂചിയാണ് കുഞ്ഞു സൂചി അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ 1ലേക്കും മറ്റേത് വലിയ സൂചി എങ്ങോട്ടാണ്? മിനിറ്റ് സൂചി 12ലേക്കും ഇടുക. അപ്പോൾ 1 മണി സമയം എന്ന് നമുക്ക് കിട്ടും. ഇനി the time on the clock 6:30. Put a tick mark on the correct option. 6:30 എന്ന് എത്രയാണ് പറയുന്നത്? 6:30 എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുക എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് നമ്മുടെ മിനിറ്റ് സൂചി എവിടെയായിരിക്കും? മിനിറ്റ് സൂചി 6ലും അവർ ഹാൻഡ് എന്തിലായിരിക്കും? 6നും 7നും ഇടക്ക്. 6നും 7നും ഇടക്കായിരിക്കും എന്ത്? ഈ അവർ ഹാൻഡ് എന്ന് പറയുന്നത് അല്ലേ? മിനിറ്റ് സൂചി ഏതിലായിരിക്കും? 6ൻ്റെ അവിടെ ആയിരിക്കും. നീളമുള്ള സൂചി 6ൻ്റെ അവിടെ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. ഇനി ഡി ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദ കലണ്ടർ. ഇവിടെ ഒരു കലണ്ടറാണ് കൊടുത്തേക്കുന്നത്. ഡിസംബർ 2025 കലണ്ടറാണ്. ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താ ക്വസ്റ്റ്യൻ? വിച്ച് ഡേ ഈസ് ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദിസ് മന്ത്? ഈ മന്തിലെ ലാസ്റ്റ് ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ് ലാസ്റ്റ് ഡേറ്റ്? അല്ല, വിച്ച് ഈസ് ദ. അപ്പോൾ നമ്മളോട് ഡേ ആണ് ചോദിച്ചിരിക്കുന്നത്, ഡേറ്റ് അല്ല, ഡേ ആണ് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് വിച്ച് ഡേ ഈസ് ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദിസ് മന്ത്? ഈ ലാസ്റ്റ് ഡേറ്റിൻ്റെ ഡേ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞത് ഏതാണ്? 31 ആണ്. 31 വന്നത് ഏത് ദിവസമാണ്? വെനസ്ഡേ ആണ്. അപ്പോൾ നിങ്ങളിവിടെ എന്താ എഴുതേണ്ടത്? വെനസ്ഡേ എന്ന് എഴുതുക. വെനസ്ഡേ ആണ്. ഇനി വിച്ച് ആർ ദ ഡേറ്റ്സ് ഓഫ് സൺഡേസ്? ഇവിടെ ടിക്ക് മാർക്ക് ഉണ്ട് കറക്റ്റ് ഓപ്ഷൻ. ഇവിടെ കുറച്ച് കറക്റ്റ് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇതിൽ സൺഡേ വരുന്ന കറക്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സൺഡേ വരുന്നത് 7ഉം 14ഉം 21ഉം 28ഉം ആണ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നതിൽ 7ഉം 14ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ സി ആണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. Thank you.